ഭാഗ്യവാനായി ആനക്കുട്ടിയുടെ വാലാട്ടിയുള്ള നടത്തവും തീറ്റയെടുക്കുന്നതും കാണുന്നത് എല്ലാവർക്കും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. 2 വർഷങ്ങൾക്ക് മുൻപ് തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയെ കണ്ടെത്തുമ്പോൾ ആനക്കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതം അത്യന്തം ആശങ്കയോടെയാണ് എല്ലാവരും കണ്ടത്. എന്നാൽ അമ്മയാനയും മറ്റാനകളും ഒരുപോലെ ആനക്കുട്ടിയെ ചേർത്ത് നിർത്തി. തുമ്പിക്കൈയില്ലെങ്കിലും തനിയെ തീറ്റയെടുക്കാനും വെള്ളം കുടിക്കാനുമെല്ലാം അമ്മയാനയ്ക്കൊപ്പം ആനക്കുട്ടി പരിശീലിച്ചു. 2022 ജനുവരിയിലാണ് ഏഴാറ്റുമുഖം മേഖലയിൽ തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയെ ആനക്കൂട്ടത്തോടൊപ്പം കണ്ടത്. അന്ന് അമ്മയാനയടക്കം 5 ആനകളാണ് കൂട്ടത്തിലുണ്ടായിരുന്നത്. പിന്നീട് 2 തവണ കണ്ടപ്പോൾ ആനക്കുട്ടി അമ്മയോടൊപ്പം തനിച്ചായിരുന്നു. വേനൽക്കാലത്ത് ആനക്കുട്ടിയുടെ ആരോഗ്യത്തിൽ അല്പം ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം അതിജീവിച്ച് ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെയാണ് കാട്ടിൽ കഴിയുന്നത്. ഒരു വലിയൊരു കൂട്ടത്തിന്റെ നടുക്ക് സേഫായിട്ടാണ് നിലവിലെ ആനകൾ. അതായത് ഈ ആനക്കുട്ടിക്ക് വളർച്ച കുറവാണ്. മറ്റേ കൂട്ടത്തിലുള്ള ആനക്കുട്ടികൾ അത്യാവശ്യം നല്ല വളർച്ചയുണ്ട്. പിന്നെ എന്താ ഒരു പോസിറ്റീവ് കണ്ടെന്ന് വെച്ചാൽ ആനക്കുട്ടി തീറ്റ എടുക്കുന്നുണ്ട്. മറ്റു ആനകൾ മറച്ചിട്ട എണ്ണപ്പനയുടെ നാരും കാമ്പും കഴിച്ച് പുഴയിലെ വെള്ളവും കുടിച്ച് കുറച്ചു സമയം ഏഴാറ്റുമുഖം ഭാഗത്ത് ചിലവഴിച്ചാണ് അമ്മയ്ക്കൊപ്പം കുട്ടിയാന കാട് കയറിയത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. MS ലിഷോയ് തത്സമയം ചേരുന്നു. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഈ തുമ്പിക്കൈ ഇല്ലാത്ത ആനക്കുട്ടി എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും ഒരു കൗതുകമാണ്. അതിനപ്പുറം ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അതിജീവനം എങ്ങനെ സാധ്യമാവും തുടങ്ങിയ കാര്യങ്ങളിലും എനിക്ക് വലിയൊരു സംശയം തോന്നുന്നുണ്ട്, ഒരു ആശങ്ക തോന്നുന്നുണ്ട്. പക്ഷെ അതിനൊന്നും വകയില്ല എന്ന് മനസ്സിലായി. ലിഷോയുടെ റിപ്പോർട്ടിൽ നിന്നും അത് വ്യക്തമാവുന്നു. എന്നാലും എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് അമ്മയ്ക്കൊപ്പം ഈ കുട്ടിയാനയുടേത്? അതായത് ഈ തുമ്പിക്കൈയില്ലാത്ത കുഞ്ഞാനയെ കുറിച്ച് നമ്മൾ 2 വർഷം മുൻപേ തന്നെ ഇത് വാർത്തകൾ കൊടുത്തു തുടങ്ങിയാണ്. ആ സമയത്തെല്ലാം തന്നെ എല്ലാവരും ആശങ്കപ്പെട്ടിരുന്നത് ഇതിൻ്റെ ഒരു അതിജീവനം എങ്ങനെയായിരിക്കുമെന്നുള്ളതാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് വീണ്ടും ഈ ആന കൂട്ടത്തോടൊപ്പം പ്രത്യക്ഷപ്പെടുകയും നല്ല ആരോഗ്യവാനായിരിക്കുന്നു എന്നുള്ള ഒരു സൂചനകളൊക്കെ തന്നെ അതിൻ്റെ ശരീരഭാഷയിൽ നിന്നെല്ലാം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും ഡോക്ടർമാർക്കും അതുപോലെ തന്നെ അവിടെയുള്ള പ്രദേശവാസികൾക്കും എല്ലാം തന്നെ മനസ്സിലായതാണ്. ഇപ്പോൾ കുറച്ച് നാളുകളായി പക്ഷേ ഈ കൂട്ടത്തെ ഇവിടെ കാണാൻ ഉണ്ടായിരുന്നില്ല ഏഴാറ്റുമുഖം ഭാഗത്ത്. ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസം ഈ തുമ്പിക്കൈയില്ലാത്ത കുഞ്ഞാനയും അമ്മയും ഉൾപ്പെടുന്ന ആ സംഘം അവിടേക്ക് ഏഴാറ്റുമുഖം ഭാഗത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ആളുകൾ വീണ്ടും ആനയെ കണ്ടു, ആനയുടെ ദൃശ്യങ്ങൾ പകർത്തി, അതിനോടൊപ്പം തന്നെ ആനയുടെ ഈ ഭക്ഷണം കഴിക്കാനും ഒക്കെ തീറ്റയെടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെയും ഒരു ആശ്വാസം. അതായത് ഈ തുമ്പിക്കൈയാണല്ലോ ആനയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തീറ്റയും വെള്ളവും അതിലെല്ലാം തന്നെ കഴിക്കുന്നതിനും കുടിക്കുന്നതിനും ഒക്കെ ഏറ്റവും പരമപ്രധാനമായ ഒന്ന്. അതിനോടൊപ്പം തന്നെ തുമ്പിക്കൈ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അവയവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ഇല്ലാതായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളൊരു ആശങ്ക വലിയ തോതിലുണ്ടായിരുന്നു. എന്തായാലും അമ്മ ആനയും അതിനോടൊപ്പം തന്നെ മറ്റ് ആനകളും ഒക്കെ ഇപ്പോഴും ആ ആനയെ ചേർത്ത് നിർത്തുന്നു. അത്യാവശ്യം മറ്റ് ആനകളൊക്കെ മറിച്ചിടുന്നു. ആശങ്കയ്ക്കൊന്നും വകയില്ലാത്ത വിധം നന്നായി അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷവും ആശ്വാസവും ഉണ്ട് ലിഷോയ്.